പ്ലേ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ ഡേ കെയറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നായിരുന്നു. അപ്പോൾ കേൾക്കുന്നവർക്ക് ചിന്തിക്കാം, അതിപ്പോൾ പ്ലേ സ്കൂളിൽ നിന്ന് കൊടുക്കാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ കുട്ടീനെ കെയർ ചെയ്യും, അത്ര തന്നെ. അപ്പോൾ ഒരു മദർലി കെയർ കൊടുക്കും. പക്ഷേ അതിനപ്പുറത്ത് അവർ കുറച്ചുകൂടി ഒരു അവരുടെ അടുത്തുനിന്ന് ഒരു റിസൾട്ട് കിട്ടുന്നു എന്ന് പാരൻസിന് തോന്നിയിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പത്രത്തിൽ കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ ഇടുന്നു, അതിനേക്കാളൊക്കെ നമ്മളൊരു പ്ലേ സ്കൂളിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പാരൻസ് ആണ്. അവരാണ് നമ്മുടെ അസറ്റ്. അപ്പോൾ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പോൾ ആ കുട്ടിക്ക് അത്രയും പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് അത്രയും റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ അത് നല്ലതാട്ടോ. അവിടെ കൊണ്ട് വിട്ടാൽ നല്ലതാണ്. കുട്ടികളെ നല്ലോണം കെയർ ചെയ്യും. കുട്ടികൾക്ക് നല്ല മാറ്റം ഉണ്ട് എന്ന് തോന്നണം. അങ്ങനെ തോന്നണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു പാരൻസിന് എവിടെയും പോകണ്ട, അവരുടെ കുട്ടികൾ തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. ഞങ്ങൾ ആദ്യം ചിന്തിച്ച കാര്യം, നമുക്ക് ഈ നമ്മുടെ പ്ലേ സ്കൂളിനെ 3 മേഖലയായിട്ട് തിരിക്കാമെന്ന്. അപ്പോൾ ഒന്നാമത്തെ എൻട്രൻസ് മേഖലയെ നമുക്ക് കയറി വരുന്ന ഒരു ഭാഗത്തെ ഞങ്ങൾ സ്റ്റഡി ഏരിയ ആയിട്ട് തിരിച്ചു. അത്യാവശ്യം ടേബിളും കുട്ടികൾക്ക് രസകരമായ കളർഫുള്ളായ ടേബിളും ഒക്കെ ഇട്ട് അതിനെ ഞങ്ങൾ പഠിക്കാനുള്ള ഒരു ഏരിയയ്ക്ക് തിരിച്ചു. തൊട്ട് അപ്പുറത്ത് ഞങ്ങൾ എന്ത് ചെയ്തു, അവർക്ക് ലഞ്ച് കഴിക്കാനും പിന്നെ TV ഒക്കെ കാണാൻ. ആക്ച്വലി TV ഞങ്ങൾ പ്ലേ സ്കൂളിൽ വെച്ചിട്ടില്ല, കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വെച്ചാൽ. അതിന് ഞങ്ങൾക്ക് പിന്നെ ഒരു റീസൺ ഉണ്ട് കേട്ടോ. അപ്പോൾ TV ഒക്കെ കാണാനുള്ള ഒരു മേഖലയായിട്ട് തിരിക്കാമെന്ന് വെച്ചു. അടുത്തതെന്ന് പറയുന്നത് അവരുടെ പ്ലേ ഏരിയ ആണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് ടോയ്സും സ്ലൈഡറും ഒക്കെ കൊണ്ടുവന്ന് വെച്ച് ബോളും ഒക്കെ കൊണ്ടുപോയിട്ട് അതൊരു പ്ലേ ഏരിയ, ഒരു ടർഫ് മോഡലാണ്. ഗ്രീൻ ഷീറ്റ് ഇങ്ങനെ ഗ്രാസ് നെറ്റ് വെച്ചു. തൊട്ടിപ്പുറത്ത് ഈ നമ്മുടെ ടൈലുകളില്ലേ, പ്ലേ സ്കൂളിൽ വിൽക്കുന്ന ടൈൽസ്, തൊട്ടിപ്പുറത്ത് മൂന്നാമത്തെ പോർഷനിൽ നമ്മൾ വീണ്ടും ഗ്രീൻ നെറ്റ് വെച്ച് ടർഫ് മോഡലിൽ കളിക്കാനുള്ള ഏരിയ, അങ്ങനെയാക്കി 3 മേഖലയായിട്ട് തിരിച്ചു. അപ്പം ഈ ചിത്രങ്ങൾ, പ്ലേ സ്കൂളിൻ്റെ ഉള്ളിലെ ചിത്രങ്ങളും ഈ ഫ്ലോറും പിന്നെ അവരുടെ സീലിങ്ങും കുട്ടികൾക്ക് കയറിയാൽ പോകാൻ പറ്റാത്ത അത്രയും താല്പര്യം ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ വന്നു. ഫസ്റ്റ് ഇംപ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ വന്നു. അപ്പോൾ പ്ലാൻ ചെയ്യുന്നവർ അത് നല്ലോണം ചിന്തിക്കണം. കുട്ടികളെ പിടിച്ചിരുത്താൻ കഴിയണം. അത് അവിടുത്തെ കുഞ്ഞൊരു കളിപ്പാട്ടത്തിനാണെങ്കിലും